നമസ്കാരം. വടക്കൻ ആഫ്രിക്കൻ തീരത്തുള്ള സ്പാനിഷ് എൻക്ലേവായ ക്യൂറ്റയിലേക്ക് 65,000-ഓളം പേർ കടൽ നീന്തി കടന്നെത്തിയതിന് പിന്നാലെ പ്രദേശം കടുത്ത ഭീതിയിലാണ്. അനിയന്ത്രിതമായ പ്രവാഹത്തിനു ശേഷം ഞായറാഴ്ച നടന്ന പ്രകടനങ്ങൾക്കിടെ അല്ലാഹു അക്ബർ വിളികളുമായി എത്തിയ മൊറോക്കൻ സംഘവും സ്പാനിഷ് നാഷണൽ പോലീസും തമ്മിൽ തെരുവിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിച്ച ആക്രമികളെ അടിച്ചമർത്താൻ പോലീസ് ശക്തമായ ലാത്തിച്ചാർജ് നടത്തി. വൻ അഭയാർത്ഥി പ്രവാഹത്തിന്റെ മറവിൽ തീവ്രവാദികളും കുറ്റവാളികളും യൂറോപ്യൻ യൂണിയനിലേക്ക് കടന്നുകൂടിയെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ യൂറോപ്പാകെ വൻ രാഷ്ട്രീയ സുരക്ഷാ കൊടുങ്കാറ്റാണ് ഉയർന്നിരിക്കുന്നത്. ബോധപൂർവം അതിർത്തിയിൽ അരാജകത്വം സൃഷ്ടിച്ച ആളുകളെ കടത്തിവിട്ട മൊറോക്കൻ തന്ത്രത്തിൽ സ്പെയിൻ കുടുങ്ങിയതോടെ ഇറ്റലിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഷെങ്കൻ അതിർത്തി അടച്ചുപൂട്ടാനുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നു. അതിർത്തി സുരക്ഷ പാടയെ തകർത്ത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയത് മൊറോക്കൻ പോലീസിന്റെ പരോക്ഷമായ പിന്തുണയോടെയാണെന്ന് അതിർത്തി കടന്നെത്തിയവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയിനിലേക്ക് പൊയ്ക്കോളൂ എന്ന മൊറോക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങളോട് നേരിട്ട് പറഞ്ഞതായി അതിർത്തി കടന്നവർ വെളിപ്പെടുത്തുന്നു. അടുത്തിടെ അൾജീരിയയുമായി സ്പെയിൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയതിൽ രോഷാകുലരായ മൊറോക്കൻ ഭരണകൂടം സ്പെയിനിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അഭയാർത്ഥികളെ ആയുധമാക്കുകയായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്പാനിഷ് ഇമിഗ്രേഷൻ നിയമത്തിലെ ചില വിടവുകൾ മുൻനിർത്തി സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ വ്യാജ പ്രചരണങ്ങളും ഈ തള്ളിക്കയറ്റത്തിന് ആക്കം കൂട്ടി. അതിർത്തി സുരക്ഷാ വീഴ്ച മുതലാക്കി ജിഹാദികളും മുൻപ് നാടുകടത്തപ്പെട്ട അപകടകാരികളായ ക്രിമിനലുകളും സ്പാനിഷ് മണ്ണിലെത്തിയിട്ടുണ്ടെന്നാണ് സ്പാനിഷ് ഇന്റലിജൻസും മറ്റ് അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളും വ്യക്തമാക്കുന്നത്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ മുൻപ് ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത് നാടുകടത്തപ്പെട്ട പലരും നിലവിലെ അരാജകത്വം മുതലെടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. മുൻപ് സ്പെയിനിൽ വെച്ച് അക്രമം നടത്തി ഹോളണ്ടിലേക്ക് കടക്കുകയും അവിടെ വെച്ച് പിടിയിലായി മൊറോക്കോയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്ത വ്യക്തികൾ അവർ എല്ലാം സംഘത്തിലുണ്ടെന്ന മാധ്യമ അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. അതിർത്തിയിലെ ടെലിവിഷൻ കവറേജുകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച തീവ്രവാദ അനുഭാവമുള്ളവരെയും കുറ്റവാളികളെയും തിരിച്ചറിയാൻ അന്വേഷണ ഏജൻസികൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവം യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷയ്ക്ക് തന്നെ വൻ ഭീഷണിയായതോടെ 22 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ സംയുക്തമായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തെഴുതി. യൂറോപ്പിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ സ്പെയിൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച ഇറ്റലി, ഫ്രാൻസ്, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സ്പെയിനുമായുള്ള അതിർത്തികളിൽ പരിശോധന കർശനമാക്കി. സ്പെയിനിനെ ഷെങ്കൻ അതിർത്തി കരാറിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കണമെന്ന ആവശ്യവും ഇറ്റലിയും ഫ്രാൻസും ഉന്നയിച്ചു കഴിഞ്ഞു. ഇത് നടപ്പിലായാൽ സ്പെയിനിൽ നിന്നുള്ള മറ്റ് യൂറോപ്യൻ യാത്രകൾക്ക് വീണ്ടും കർശനമായ പാസ്പോർട്ട് പരിശോധനകൾ നേരിടേണ്ടി വരും. സംഭവത്തിൽ ഇതുവരെ കടൽമാർഗമുള്ള കടന്നുകയറ്റത്തിനിടയിൽ 72 പേർ മരണപ്പെട്ടതായി സ്പാനിഷ് അധികൃതർ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് കടകളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ഇത് കേവലം അഭയാർത്ഥി പ്രവാഹമല്ലെന്നും ആസൂത്രിതമായ അധിനിവേശമാണെന്നും സൈന്യത്തിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രാദേശിക മുസ്ലിം വിഭാഗങ്ങളും തെരുവിൽ ചേരിതിരിഞ്ഞ് പ്രതിഷേധം ആരംഭിച്ചതോടെ ക്യൂറ്റയിലെ ക്രമസമാധാനം പൂർണ്ണമായും താറുമാറായി.